നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ 5 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സുപ്രധാനമൊന്നും അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഒരുപക്ഷെ സതീശനോട് ഒരു ആരാധന തോന്നാനും ഇടയാക്കിയത് നമ്മുടെ ബസ്സുകളിലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കാൻ ഉള്ള ഒരു ഗ്യാരണ്ടി. അത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകടന പത്രികയിൽ പറയുന്ന പോലെ ഒരു കാര്യമല്ല, നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ്, ജനങ്ങൾ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യമെന്ന് സ്ത്രീകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുക. അപ്പോൾ അത് ഉൾപ്പെടെ ഈ 5 ഇനങ്ങൾ നടപ്പാക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളി കേരളം പോലൊരു സംസ്ഥാനത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടാത്ത, അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഏതാണ്ട് 50% സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഏതാണ്ട് 75ഓളം വരും. മൊത്തം കൂട്ടുമ്പോൾ 75ഓളം വരും. പല കണക്കുകളും ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പലതരത്തിലും 75% വരുന്ന വരുമാനം നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടി മാത്രം കൊടുക്കും. ഇനിയിപ്പോൾ അതിന് പുതിയൊരു ശമ്പള കമ്മീഷൻ വെച്ചിട്ട് പോയിരിക്കുകയാണ്, അവർ ബാധ്യത വെച്ചിട്ട് പോയിരിക്കുകയാണ്. ആ വെല്ലുവിളികളെ സമർത്ഥനായ ഒരു ധനകാര്യ വിദഗ്ധനാണ് സതീശൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വെല്ലുവിളികളെ എങ്ങനെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയും? ഒരു പക്ഷേ എ.കെ. ആന്റണി പറഞ്ഞതിനോട് ഞാൻ ആദ്യം യോജിക്കുന്നു. ഓക്കെ, ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു മാസത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ഉടനെ തന്നെ ഇത് നടപ്പാക്കണമെന്നില്ല. ഒരു ഗവൺമെന്റ് 5 വർഷത്തെ മാൻഡേറ്റിനാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ നടപ്പാക്കണമെന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് KSRTC ഗവൺമെന്റ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചു എന്ന് ആലോചിക്കാം. ഇതുവരെ മുഖ്യമന്ത്രി ഏറ്റിട്ടില്ല. ജെൻഡർ ടിക്കറ്റിംഗ് വന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തുടക്കമാണ്. സാങ്കേതികമായി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജെൻഡർ ടിക്കറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ബസ്സിൽ കൊടുക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലോക്കൽ ബസ്സിലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ സൂപ്പർ ഫാസ്റ്റിലും AC ബസ്സിലും ഒന്നും സൗജന്യം കൊടുക്കാറില്ല. അത് കൊടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കാരണം അത് വല്ലപ്പോഴും പോകുന്നതാണ്. നമ്മളിപ്പോൾ സൂപ്പർ ഫാസ്റ്റിൽ കയറുന്നത് എന്നുമില്ലല്ലോ. ഡെയിലി ജോലിക്ക് പോയി വരുന്ന സ്ത്രീകൾക്ക്, തൊഴിലെടുക്കാൻ പോയി വരുന്ന സ്ത്രീകൾക്ക് ആണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. അല്ലാതെ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ചിലർ ചോദിച്ചു കാറിൽ പോകണമെന്നില്ല.